നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്ദന വിചാരിച്ചാൽ ഏത് കാര്യവും നടക്കുമെന്നറിയാം. ഈ ഖാദറിന്റെ കാര്യത്തിൽ പ്രത്യേകം ഒന്ന് മനസ്സ് വയ്ക്കണം. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാം. അങ്ങനെയാണെങ്കിൽ മാത്രം. എനിക്കെല്ലാം മനസ്സിലായി. പാവം വന്ദന, അവള് വീട് മുഴുവൻ വീടിന്റെ പ്രമാണം തെരഞ്ഞോണ്ടിരിക്കുക. നീ അവളെ വിളിച്ച് കാര്യം പറ. അല്ലെങ്കിൽ വേണ്ട, അവളോട് ഇങ്ങോട്ട് വരാൻ പറ. ശരി. ജഗ, ഞാൻ ആ പ്രമാണം വീട് മുഴുവനും നോക്കി, ഇവിടെ എങ്ങും കാണുന്നില്ല. അറിയാം, ആ പ്രമാണം ഇനി അവിടെ എങ്ങും തെരഞ്ഞിട്ട് ഒരു കാര്യമില്ല, കിട്ടില്ല. എന്താ? വന്ദന, തെരച്ചിലൊക്കെ മതിയാക്കി വേഗം പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വാ. എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാം നേരിട്ട് പറയാം. വേഗം പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വാ. ഞാൻ വരാം. ചേട്ടാ, ഖാദർ ഇക്കാര്യമൊന്നും അറിഞ്ഞിരുന്നില്ലെന്ന് മനസ്സിലായി. ആ സ്ഥലത്തിന്റെ ആധാരം ഖാദറിന് ഈടുവച്ചിരിക്കയല്ലേ. ആ സ്ഥിതിക്ക് ആ ഭൂമിയിലൊരു പൂജ നടത്തുന്ന കാര്യം ഖാദറിനെ മുൻകൂട്ടി ഒന്ന് വിളിച്ചറിയിക്കണമായിരുന്നു. അത് ചെയ്യാത്തത് ചന്ദ്രികയുടെ മോന്റെ തെറ്റാ. എന്തായാലും പൂജ തുടങ്ങിപ്പോയില്ലേ, ആ മംഗളകർമ്മം മുടക്കരുത്. അത് ഖാദറിന് ഒരു നഷ്ടവും ഉണ്ടാകാത്ത തരത്തിൽ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കാം. എനിക്കൊന്നും കേൾക്കണ്ട. എത്ര കൊലക്കൊമ്പന്മാരായാലും എന്റെ സ്ഥലത്ത് കയറി മേയാൻ ഞാൻ സമ്മതിക്കില്ല. പൂജയും ക്രിയയും ഒക്കെ മതിയാക്കി പെട്ടെന്ന് സ്ഥലം വിട്ടോണം. ഇല്ലെങ്കിലേ ഇവിടുന്ന് ആരും നേരെ ചൊവ്വേ പോവില്ല. ഖാദർക്ക, ഞാൻ പറയുന്നൊന്നും കേക്ക്. നിങ്ങൾ ഇപ്പൊ പോ. ഇത് പലരുടെയും സ്വപ്നമാണ്, അത് നിങ്ങളായിട്ട് തകർക്കരുത്. തകർത്താ നീ എന്ത് ചെയ്യൂടാ? എന്നെ മൂക്കി വലിച്ചു കയറ്റൂ. മാറി നിക്ക്. അല്ല ഖാദറെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. അവിടെ മാധവേട്ടന്റെ മരുമക്കളൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് ആ പാവത്തെ അപമാനിക്കരുത്. ഈ പ്രശ്നം നമുക്ക് മാന്യമായിട്ട് പരിഹരിക്കാം. ജഗൻ, എന്താ ഇവിടെ പ്രശ്നം? പറയാം. മോള് സങ്കടപ്പെടരുത്. പിന്നെ ഈ വസ്തുവിന്റെ ആധാരം നിന്റെ ആങ്ങള മനോജ് ഖാദറിന് പണയപ്പെടുത്തിയിരിക്കുക. ഈ ഭൂമിയിൽ തറക്കല്ലിടാൻ അനുവദിക്കില്ലെന്ന ഖാദറിന്റെ വാശി. സാറേ, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞ കാര്യമല്ല. എന്തായാലും പൂജ നടത്താൻ അനുവദിക്കണം. പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം. ഇപ്പോ ദയവ് ചെയ്ത് സാറ് പോണം. വന്ദന വിചാരിച്ചാൽ ഏത് കാര്യവും നടക്കുമെന്നറിയാം. ഈ ഖാദറിന്റെ കാര്യത്തിൽ പ്രത്യേകം ഒന്ന് മനസ്സ് വയ്ക്കണം. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാം.
അങ്ങനെയാണെങ്കിൽ മാത്രം. ദളവ കുടുംബത്തിലെ ഊർമിളയുടെ മുന്നിൽ വെച്ച് ഒരു പെണ്ണിനെ അപമാനിക്കാൻ നോക്കുന്നോടാ റാസ്കൽ. നിന്നോട് പരമാവധി യാചിച്ചു. നിന്റെ പ്രശ്നം ന്യായമായി ഒത്തുതീർക്കാന്ന് ഞാൻ കെഞ്ചിയതല്ലേടാ. എന്നിട്ടും ഒരു പെണ്ണിനെ കണ്ടപ്പോ നിന്റെ ചെറ്റത്തരം പുറത്തിയാടി. തല്ലിനു പകരം തലോടൽ ദളവ കുടുംബത്തിന് പരിചയമില്ല. ഞാൻ നിന്നെ വെല്ലുവിളിക്കുക. വസ്തുവിൽ കയറി പൂജ മുടക്കാൻ ധൈര്യം ഉണ്ടോടാ നിനക്ക്? ഉണ്ടെങ്കിൽ കാണിക്കണം. നമുക്ക് പോവാം സാറേ. ഈ ദളവ കുടുംബക്കാർ വലിയ കുഴപ്പക്കാരാ. അതാ നല്ലത്. ഇല്ലെങ്കി എല്ലാത്തിനെ ഇരുമ്പൊഴി എണ്ണിക്ക് ഞാൻ. മനസ്സിലായല്ലോ? ഈ ഊർമിളാ ദേവിയെ നിനക്ക് ശരിക്കും അറിയില്ല. പോടാ, പോകാൻ. ചേച്ചി, ഞാൻ അച്ഛന്റെ അമ്മയുടെ സമ്പാദ്യം മുഴുവൻ നിനക്ക് തന്നിട്ടും നീ അവരെ ചതിച്ചോടാ. എങ്ങനെ മനസ്സ് വന്നടാ നിനക്ക്? പറയടാ. വന്ദനെ, വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.